இரவு நேரத்தில் சமூக விரோதிகள் நாயை கொன்று குடித்தண்ணீர் கிணற்றில் போட்டு சென்றதாக புகார் எழுந்துள்ளது. குறிச்சிப்பாறை கோட்டப்பரையை சேர்ந்த வல்சமா தங்கச்சின் என்போரின் குடித்தண்ணீர் கிணற்றில்தான் நாயை இறந்த நிலையில் கண்டது. இரவு நேரத்தில் சமூக விரோதிகள் நாயை கொன்று குடித்தண்ணீர் கிணற்றில் போட்டதாக புகார் எழுந்துள்ளது. குறிச்சிப்பாறை கோட்டப்பாறையை சேர்ந்த வல்சமா தங்கச்சன் என்போரின் குடித்தண்ணீர் கிணற்றில்தான் நாயின் அழுகிய உடல் கண்டுபிடிக்கப்பட்டது. சம்பவத்தில் காவலர்கள் வழக்கு பதிவு செய்தனர். ஒரு வாரமாக இந்த கிணற்றில் தண்ணீரை உபயோகித்திருந்ததாகவும் இதை செய்த சமூக விரோதிகளை கண்டுபிடித்து சட்ட நடவடிக்கை எடுக்க வேண்டும் என்றும் வல்சமா கேட்டுக்கொண்டுள்ளார். നമ്മൾ കുടിക്കുന്ന കിണറ്റിൽ ഇന്ന് വെള്ളം വന്നുകൊണ്ടിരുന്ന ഭയങ്കര ഒരു മണമായിരുന്നു. ഒരു വെള്ളം വന്നു കഴിയുമ്പോൾ അങ്ങനെ മണമായിട്ട് ഒരു ദിവസം പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് പട്ടീനെ കൊന്ന് 2 മോട്ടറാണ് കിണറ്റി വെച്ചേക്കുന്നത്. ഫുട്ബാല കെട്ടി പട്ടിയുടെ കാലിൽ രണ്ടും കൂടെ കൂട്ടി കെട്ടി ഫുട്ബാല കെട്ടി താത്തിട്ടേക്കുമായിരുന്നു. അങ്ങനെ ചാത്ത് കഴിഞ്ഞാൽ പട്ടി പൊങ്ങി. അങ്ങനെ ആൾക്കാർ ആളെ നിർത്തി ഞങ്ങൾ പട്ടീനെ എടുത്തു കഴിഞ്ഞാൽ അപ്പടി പുഴുവും ഈച്ചയായിട്ട് അതൊരു പന്തം കൊളുത്തി പന്തം വെച്ച് തീ കെടുത്തി ഈച്ചനെ എല്ലാം കൊന്നിട്ടാണ് അവർ പട്ടീനെ പൊക്കിയെടുത്തത്. പൊട്ടിട്ട് നമ്മൾ കുടിക്കുന്നുള്ളൂ, നമുക്ക് വേറെ കുടിക്കാൻ വെള്ളമില്ല, പോയി കൊണ്ടുപോകാൻ എനിക്ക് അങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ ആരും വീട്ടിലില്ല. പിന്നെ അയൽവക്കത്തുള്ളവരെ ഒരു പാത്രം വെള്ളം ഇന്ന് പോലും കൊണ്ടു തന്നത്. അതുകൊണ്ട് ഇത് ചെയ്തത് ആരാന്ന് എനിക്കറിയണം. ഇന്ന് ഞങ്ങൾ കേസ് കൊടുത്തു, ഇന്ന് സാറന്മാർ വന്നിട്ടുണ്ട്. ഇത് ആര് ചെയ്തതാണെന്ന് എനിക്കറിയണം, എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായി ഇവർ ഈ വെള്ളം കുടിക്കുകയും ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെടുന്നതിനെ തുടങ്ങി അന്വേഷിച്ചപ്പോൾ കിണറിൽ അഴുകിയ നിലയിൽ പട്ടിയെ കാണപ്പെടുകയും ചെയ്തു. എന്തായാലും ഉടനെ തന്നെ ഞങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്കായി വെറ്ററിനറി സർജൻ ഉൾപ്പെടെ ആളുകൾ വന്ന് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാമൂഹ്യ ദ്രോഹികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.